അമലയാണ് ആ റൂമറിന്റെ പിന്നില്. മാസങ്ങളോളം പല്ല് തേക്കാതെ അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് പറ്റുന്ന അറിയില്ല. ഇനി അമലക്ക് അത് എപ്പോഴാണ് തോന്നിയതെന്നും എനിക്കറിയില്ല. കാര്യം ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പം. കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള്. ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാൾ ലുക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിയിട്ടൊന്നും അയാൾ ബോധേഡല്ല. സോഴ്സസ് അങ്ങനെ സൗകര്യമില്ലാത്തോണ്ടൊന്നല്ല, പുള്ളി ബോധേഡല്ലായിരുന്നു, ആരും കാണാനില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പല്ല് ഒരു പ്രോസ്തറ്റിക് ആണ്. ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷൂട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു. അപ്പം ആ പല്ലാണ് ആ കാണുന്നത്. എന്റെ പല്ല് അകത്തുണ്ട്, അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ഡെയിലി ഒരു സെൽഫി എടുത്ത് അയക്കും വീട്ടിലേക്ക് പിള്ളേർക്ക് ഗുഡ് മോർണിംഗ്. അമല ഒരു ഓഡിയൻസ് റിമെമ്പർ ചെയ്യാന്നുള്ളതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. അമല ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ആടയിലെ കഥാപാത്രങ്ങളായാലും എല്ലാ കഥാപാത്രങ്ങളും അതുപോലെയാണ്. ഈ സിനിമയിലെ കഥാപാത്രം എത്രത്തോളം ചാലഞ്ചിങ് ആണെന്ന് കരുതുന്നത്? ഓഡിയൻസിലേക്ക് എത്രത്തോളം ലോക്ക് ചെയ്യും? ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല, ബട്ട് പെർഫോമൻസ് വൈസ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. ഐ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും അവിടെ നിന്ന് ടുണീഷ്യയിൽ നിന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. ബട്ട് അർഫേഴ്സ് വാസ് ദെയർ. എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന്. അപ്പോൾ ആ ഒരു മെൻ്റൽ എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പം ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ DOP അപ്പു പ്രഭാകർ. ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ല നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന്. ലൈക്ക് ഐ ലുക്ക് റിയലി ഗുഡ്, ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ. ചില ആംഗിൾസ് ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പു. അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിംഗ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്കൊക്കെ ശേഷം എൻ്റെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ആ ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിന് ശേഷമാണ് അമലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ, അങ്ങനത്തെ ഒരു പെർഫോമൻസ്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ്. മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്.